കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ കേന്ദ്രങ്ങളിലൊന്നായ ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡ് മരണക്കിണിയാകുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള ഇവിടുത്തെ കെട്ടിടങ്ങൾ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ഈ ബസ് സ്റ്റാൻഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അടർന്നു വീഴുന്ന കോൺക്രീറ്റ്, പുറത്തു കാണുന്ന കമ്പികൾ, സ്റ്റാൻഡിലെ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നതും പതിവായിരിക്കുന്നു. കോൺക്രീറ്റ് അടർന്ന് തുരുമ്പിച്ച കമ്പികൾ പുറത്ത് കാണുന്ന രീതിയിലാണ് കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ അപകടാവസ്ഥയ്ക്ക് താഴെയാണ് യാതൊരു സുരക്ഷയുമില്ലാതെ യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന കാലയളവിൽ അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വലിയ ആഘോഷമായി നിർവഹിച്ചിരുന്നു. എന്നാൽ ഉദ്ഘാടന ശിലയിട്ടതല്ലാതെ സ്റ്റാൻഡിൽ യാതൊരു പണിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. യാത്രക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായിരുന്നു ആ ഉദ്ഘാടനം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. യാത്രക്കാരുടെ ജീവൻ പണയപ്പെടുത്തിയുള്ള ഈ കളി അവസാനിപ്പിച്ച് സ്റ്റാൻഡിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ ടെർമിനൽ നിർമ്മിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ആവശ്യം.